ലളിതാ സഹസ്രനാമ സ്തോത്രം അർത്ഥം ഭാഗം 2. അപ്പോൾ നമുക്ക് ആദ്യ നാമത്തിലേക്ക് കടക്കാം. ശ്രീമാതാ. നേരത്തെ പറഞ്ഞു പരമാത്മാവ് ഈ ലോകത്തിൻ്റെ പിതാവിൻ്റെ സ്ഥാനമാണെങ്കിൽ, ബീജദാതാവാണ് പരമാത്മാവെങ്കിൽ, ആ ബീജം സ്വീകരിച്ച് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്ന സർവേശ്വരി മാതാവാണ് ദേവി. അപ്പോൾ ഇവിടെ സൃഷ്ടിയെയാണ് സൂചിപ്പിക്കുന്നത്. മാതാവ് എല്ലാറ്റിൻ്റെയും അമ്മയായിട്ടിരിക്കുന്ന, നമുക്കൊക്കെ ലൗകിക ജീവിതത്തിലും അച്ഛന്മാരോട് അടുപ്പമുള്ളവരുണ്ടാകാം. എന്നാലും പലപ്പോഴും നമ്മൾ കാണാറുണ്ട്, അച്ഛനോട് എന്തെങ്കിലും കാര്യം സാധിക്കണമെങ്കിൽ അമ്മമാരോട് പറയും. കാരണം അമ്മ പെട്ടെന്ന് പ്രസാദിക്കും. മക്കളുടെ കാര്യത്തിൽ പെട്ടെന്ന് പ്രസാദിക്കുന്നവരാണ് അമ്മമാർ. അപ്പോൾ അമ്മ അച്ഛനോട് പറഞ്ഞിട്ട് മക്കൾക്ക് കാര്യങ്ങൾ സാധിപ്പിച്ചു കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. ഇതേപോലെ ആ പരമാത്മാവിനെ നേരിട്ടറിയുന്നതിനേക്കാളും എളുപ്പമാണ് അമ്മയെ പ്രസാദിപ്പിച്ച് ആ പരമാത്മാവിലേക്ക് അടുക്കുന്നത് എന്നാണ് പറയുന്നത്. ഒപ്പം ഈ ലോകത്തിൽ എല്ലാവരിലുമുള്ള മാതൃഭാവമെന്നാൽ ആ അമ്മയാണ്. നമുക്കറിയാം, ഈ ലോകത്തിൽ ജനിച്ചു വീഴുന്ന ഒരാളും തന്നെ അനാഥരാകുന്നില്ല. ശരിക്കും അനാഥരാണെന്ന് നമുക്ക് തോന്നിയാലും ആരെങ്കിലുമൊക്കെ അവരെ സംരക്ഷിക്കാനുണ്ടാവും. കാരണം ഈ പ്രകൃതി അമ്മയാണ്. ആ മാതാവ് അമ്മയാണ് നമ്മുടെ എല്ലാം. ആ അമ്മ ഏതെങ്കിലും വിധത്തിൽ വന്ന് നമ്മളെ സംരക്ഷിക്കും. അപ്പോൾ എല്ലാറ്റിനും മാതാവായിട്ടിരിക്കുന്ന ലളിതാ പരമേശ്വരി എന്നാണ് ആദ്യത്തെ നാമം സൂചിപ്പിക്കുന്നത്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഓരോ നാമത്തിനും പറയുകയാണെങ്കിൽ ഒരുപാട് മണിക്കൂർ ഇരുന്ന് പറയാൻ അത്രയും അറിവുള്ളവർക്ക് സാധിക്കും. പക്ഷെ ഞാൻ സാമാന്യമായ ഒരു അർത്ഥം മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. ഇനി രണ്ടാമത്തെ നാമം ശ്രീ മഹാരാജ്ഞി. ഇവിടെ സൂചിപ്പിക്കുന്നത് ദേവി സ്ഥിതി സ്വരൂപിണിയാണ്. ഈ പ്രപഞ്ചത്തെ മുഴുവൻ പരിപാലിച്ചുകൊണ്ട് മഹാരാജ്ഞിയായിട്ട് ദേവി വിരാജിക്കുന്നു. അപ്പോൾ നേരത്തെ അമ്മമാരോട് കാണിക്കുന്ന ആ ഒരു അടുപ്പം ഒരിക്കലും നമുക്ക് അധികാരത്തിലിരിക്കുന്നവരോടുണ്ടാകില്ല. അവരോടെപ്പോഴും ഒരു ഭയഭക്തി ബഹുമാനത്തോടെ ആയിരിക്കും. അപ്പോൾ ഒരു അമ്മ എന്ന ഭാവത്തിലുള്ള ഒരു അടുപ്പമല്ല ഒരു മഹാരാജ്ഞിയോട്. അപ്പോൾ ഒരേ സമയം തന്നെ അമ്മയുടെ വാത്സല്യവും നമുക്ക് അനുഭവിക്കാം. ഒപ്പം തന്നെ നമുക്കറിയാം, ചില സമയത്ത് അമ്മമാർ അച്ഛന്മാരെക്കാളും നല്ല സ്ട്രിക്റ്റായിട്ട് നമ്മളെ ഭരിക്കാറുണ്ട്. അതായത് കാര്യങ്ങൾ പറഞ്ഞു തരാറുണ്ട്, അല്ലെങ്കിൽ ശിക്ഷ തരാറുണ്ട്. അപ്പോൾ ആ ഭാവത്തിലാണ് ദേവി മഹാരാജ്ഞിയായിട്ടിരിക്കുന്നത്. ഇനി മൂന്നാമത്തേത് ശ്രീമദ് സിംഹാസനേശ്വരി. ഇവിടെ സിംഹാസനത്തിലിരിക്കുന്ന എന്ന് വെച്ചാൽ അവിടെയും ഈ പറഞ്ഞതുപോലെ ഒരു അധികാരമാണ്. അപ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് സിംഹാസനത്തിലിരിക്കുന്ന ആ അധികാരിക്ക് ഇവിടെ എല്ലാറ്റിനെയും സംഹരിക്കാനുള്ള ആ ഒരു ശക്തിയുണ്ട്. ആ ദേവി തന്നെയാണ് എല്ലാറ്റിനെയും സംഹരിച്ച് തന്നിലേക്ക് അടുപ്പിക്കുന്നത്. അതായത് തന്നിലേക്ക് എടുത്തിട്ടാണ് ഇവിടെ പ്രളയം സംഭവിക്കുന്നത്. അപ്പോൾ സിംഹാസനേശ്വരി എന്നതുകൊണ്ട് സംഹാര സ്വരൂപിണിയും കൂടെയാണ് ദേവി എന്ന് പറയുകയാണ്. ആദ്യത്തെ ആ 3 നാമങ്ങളിലൂടെ സൃഷ്ടി, സ്ഥിതി, സംഹാര രൂപിണി, ഇത് 3ഉമായിട്ടുള്ള ദേവി എന്ന് അർത്ഥമെടുക്കാം. ഒപ്പം സാമാന്യമായ അർത്ഥത്തിൽ മഹാരാജ്ഞിയായിട്ട് സിംഹാസനത്തിൽ വാണരുളുന്ന ദേവി എന്നും അർത്ഥമെടുക്കാം. ഇനി ദേവിയുടെ ഉത്ഭവം പറഞ്ഞു. ദേവന്മാർ ഭണ്ഡാസുരനെ വധിക്കുവാൻ വേണ്ടി ദേവന്മാർ യാഗകുണ്ഡം ഒരുക്കി പരാശക്തി പൂജ ആരംഭിച്ചപ്പോൾ ആ യാഗകുണ്ഡത്തിൽ നിന്നാണ് പരാശക്തി ഉണ്ടായത് എന്ന് പറഞ്ഞു. അതാണിവിടെ പറയുന്നത്. നാലാമത്തെ നാമം ചിദഗ്നികുണ്ഡ സംഭൂത. ലളിതാ പരമേശ്വരി എവിടെ നിന്നാണ് ഉണ്ടായത്? ആ ചിദഗ്നിയിൽ നിന്ന്, കത്തിക്കൊണ്ടിരിക്കുന്ന യാഗാഗ്നിയിൽ നിന്നുണ്ടായവളാണ് ദേവി. അപ്പോൾ ഇത് സ്ഥൂലമായ അർത്ഥത്തിൽ ഇനി ഓരോ സാധകന്റെയും ഉള്ളം അതൊരു അഗ്നി പോലെയാണ്. ദേവിയെ അറിയാനുള്ള ഒരു ഉപാസന,
അത് അഗ്നിയാണ്. അങ്ങനെ ആ അഗ്നി നമ്മുടെ ഉള്ളിൽ എത്രത്തോളം കത്തിക്കൊണ്ടിരിക്കുന്നുവോ അത്രത്തോളം ദേവി പ്രസാദിക്കാനുള്ള സാധ്യത കൂടുന്നു. അങ്ങനെ പ്രസാദിക്കുമ്പോൾ ദേവി നമ്മുടെ ഉള്ളിൽ പ്രകാശമായിട്ടിരിക്കുന്നു. അങ്ങനെയും ഇതിനൊരു സൂക്ഷ്മ അർത്ഥം പറയുന്നുണ്ട്. ഇനി എന്തിനു വേണ്ടിയാണ് ദേവി ഉദ്ഭവിച്ചത്? അതാണ് 5ാമത്തെ നാമം. ദേവകാര്യ സമുദ്ധ്യത. ദേവന്മാരുടെ അഭീഷ്ട സിദ്ധിക്കായിട്ടാണ് ദേവി ഇവിടെ ഉദ്ഭവിച്ചത്. അതുകൊണ്ട് ദേവിക്ക് ആ ഒരു നാമം ദേവകാര്യ സമുദ്ധ്യത. ഇനി ദേവി ഭൂജാതിയായ സമയത്ത് എങ്ങനെയായിരുന്നു കാണാൻ? അതാണ് 6ാമത്തെ നാമം. ഉദ്യത് ഭാനു സഹസ്രാഭ. ഭാനു സൂര്യൻ. എത്ര സൂര്യൻ? 1000 സഹസ്ര സൂര്യൻ. 1000 സൂര്യന്മാർ ഒന്നിച്ച് ഉദ്യത് ഉദിച്ചാൽ എത്ര പ്രകാശമുണ്ടാകുമോ അതുപോലെ പ്രകാശ സ്വരൂപിണിയായിട്ടാണ് ആ ദേവി ഉദിച്ചുയർന്നത്. അതാണ് ദേവിയുടെ പേര് ഉദ്യത് ഭാനു സഹസ്രാഭ. ഇനി ദേവിയുടെ ആ ഒരു രൂപത്തെ വർണ്ണിക്കുന്നു. 7ാമത്തെ നാമം ചതുർബാഹു സമന്വിത. 4 കൈകളോടുകൂടിയാണ് ദേവി ഉദിച്ചുയർന്നത്. ഇനി 8ാമത്തെ നാമത്തിൽ ദേവിയുടെ ആ 4 കൈകളിലുള്ള ഓരോന്നായിട്ട് പറയുകയാണ്. ആദ്യത്തേത് രാഗസ്വരൂപ പാഷാഢ്യ. രാഗസ്വരൂപം, ആളുകളെ ആകർഷിക്കുന്ന അല്ലെങ്കിൽ ആളുകളോടുള്ള അവരെ പരസ്പരം ചേർത്തിണക്കുന്ന ഒരു വികാരമാണ് രാഗം. അത് പാശരൂപമാണ്, കയറാണത്. അപ്പോൾ ദേവിയുടെ കൈകളിലാണതുള്ളത്. ആരൊക്കെ തമ്മിൽ അടുക്കണമെന്ന് ദേവി നിശ്ചയിക്കുന്നുവോ അവരിൽ ദേവി ഈ പാശം പ്രയോഗിക്കുന്ന സമയത്ത് അവർ തമ്മിൽ അടുക്കുന്നു. അപ്പോൾ ആ രാഗത്തെ മുറിക്കണമെങ്കിൽ നമുക്ക് ആ ഒരു ആത്മീയതയിലേക്ക് പോകാൻ നമുക്ക് ആ രാഗത്തെ മുറിക്കേണ്ടതായിട്ടുണ്ട്. അതിന് ആരുടെ സഹായം വേണം? ദേവിയുടെ സഹായം വേണം. കാരണം ദേവി വിചാരിച്ചാൽ അതിനെ അറുത്തു മുറിക്കാനും സാധിക്കും. കാരണം ദേവിയുടെ കയ്യിലാണ് അതിൻ്റെ നിയന്ത്രണം. അതാണ് ദേവിയുടെ ഒരു കയ്യിലുള്ളത്, രാഗസ്വരൂപത്തിലുള്ള പാശം, കയറാണ്. അതുകൊണ്ട് അങ്ങനെ പാഠ്യമായിട്ടിരിക്കുന്ന, അത്രയും ആഢ്യത്തോടെ ഇരിക്കുന്ന ദേവി. ഇനി 9ാമത്തെ നാമം ക്രോധാകാര അങ്കുശ ഉജ്ജ്വല. ക്രോധരൂപത്തിലുള്ള അങ്കുശം. അങ്കുശം എന്നാൽ തോട്ടി. അങ്ങനെ ധരിച്ച് ഉജ്ജ്വലയായിരിക്കുന്നവൾ. അപ്പോൾ ഈ രാഗം നമുക്ക് ആരോടെങ്കിലുമുള്ള ഇഷ്ടം, അതിലൊരു പ്രതിബിംബം ഉണ്ടാവുമ്പോഴാണ് ക്രോധമുണ്ടാവുന്നത്. അപ്പൊ ഇവിടെ കാണിക്കുന്നത് നമ്മുടെ എല്ലാ വികാരങ്ങളും ദേവിയുടെ നിയന്ത്രണത്തിലാണ്. അപ്പോൾ അതിനെ നിയന്ത്രിക്കാൻ നമുക്ക് ദേവിയുടെ സഹായം കൂടിയേ തീരൂ. അപ്പോൾ ഈ ക്രോധമാകുന്ന തോട്ടി കൊണ്ട് നമ്മൾ ആനയെയൊക്കെ തോട്ടി കൊണ്ട് നിയന്ത്രിക്കുന്നത് കണ്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതേപോലെ ദേവി നമ്മളെ നിയന്ത്രിക്കാനും ആ ക്രോധമാകുന്ന തോട്ടി ഉപയോഗിക്കുന്നു. ഒപ്പം മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ നമുക്കുണ്ടാവുന്ന ആ ഒരു ക്രോധാവേശത്തെ അടക്കാനും ദേവിയുടെ സഹായം തേടാം. കാരണം ഇതൊക്കെ ദേവിയുടെ നിയന്ത്രണത്തിലാണ്. ഇനി 10ാമത്തെ നാമം മനോരൂപേക്ഷു കോദണ്ഡ. മനസ്സാകുന്ന കരിമ്പിൻ വില്ലോടു കൂടിയവൾ. ഇക്ഷു എന്നാൽ കരിമ്പ്, കോദണ്ഡം എന്നാൽ വില്ല്. അപ്പോൾ മനസ്സാകുന്ന കരിമ്പ് വില്ലാണ് ദേവിയുടെ ഒരു കയ്യിലിരിക്കുന്ന ആയുധം. അപ്പോൾ ഇവിടെയും നമ്മുടെ മനസ്സിനെ എങ്ങനെ വേണമെങ്കിലും ചലിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം ആ ദേവിക്കുണ്ട്. ഇനി ഞാനെന്ന അഹങ്കാരത്തോടുകൂടെ നമുക്ക് എന്തും ചെയ്യാം. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഈ ലോകത്തിങ്ങനെ കറങ്ങി കറങ്ങി പോവുകയാണ്. അങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മളിങ്ങനെ കറങ്ങിപ്പോകേണ്ട സാഹചര്യം അനുഭവിക്കുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സ് നമ്മൾ ദേവിക്ക് സമർപ്പിക്കുകയാണെങ്കിൽ ആ മനസ്സിന് വേണ്ട വിധത്തിൽ പരിവാഹപ്പെടുത്തിയെടുക്കാൻ ദേവിക്ക് സാധിക്കും. കാരണം ആ മനസ്സാകുന്ന വില്ല് ദേവിയുടെ കയ്യിൽ ഒരു ആയുധമാണ്. ഇനി 11ാമത്തെ നാമം പഞ്ചതന്മാത്ര സായക.
മനസ്സിനെ ഇളക്കി വിടുന്നതെല്ലാം ഇന്ദ്രിയങ്ങളാണ്. അപ്പോൾ ഈ 5 തന്മാത്രകൾ, പഞ്ചതന്മാത്രമാണ് ദേവിയുടെ സായകമെന്നാൽ അമ്പുകൾ. എന്തൊക്കെയാണ്? രൂപം, രസം, ഗന്ധം, സ്പർശം, ശബ്ദം. ഇങ്ങനെയുള്ള 5 തന്മാത്രകൾ അമ്പുകളായി കയ്യിലേന്തി ഇരിക്കുന്നവളാണ് ദേവി. അപ്പോൾ ഇവിടെയും അതുതന്നെയാണ് അർത്ഥം. നമ്മുടെ ആ ഇന്ദ്രിയ നിഗ്രഹത്തിന് ദേവിയിലുള്ള പൂർണ്ണ സമർപ്പണം മാത്രം മതി. കാരണം അതും ദേവിയുടെ നിയന്ത്രണത്തിലാണ്. ഇനി 12ാമത്തെ നാമം നിജ അരുണ പ്രഭാപൂര മജ്ജദ് ബ്രഹ്മാണ്ഡ മണ്ഡല. നിജ അരുണം, തൻ്റെ അരുണപ്രഭ, ആ ഒരു ചുവന്ന പ്രഭാപൂരത്തിൽ അങ്ങനെ മജ്ജദ്, എല്ലാറ്റിനെയും മുഴുകിപ്പിക്കുന്നവൾ. പ്രഭാമണ്ഡലം, ഈ മണ്ഡലത്തെ മുഴുവൻ തൻ്റെ ആ ഒരു അരുണപ്രഭയിൽ അങ്ങനെ മുഴുകിപ്പിക്കുന്നവളാണ് ദേവി. അപ്പോൾ ദേവിയുടെ രൂപം എപ്പോഴും ആ ഒരു അരുണാഭമായിട്ടാണ് പറയുന്നത്. അങ്ങനെ തൻ്റെ ആ ഒരു മായാശക്തിയാൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ വലയം ചെയ്തിരിക്കുന്നു ദേവി. ഇനി 13ാമത്തെ നാമം ചമ്പക അശോക പുന്നാഗ സൗഗന്ധിക ലസത് ഖജ. ചമ്പകം, അശോകം, പുന്നാഗമരം, സൗഗന്ധികം മുതലായ പൂക്കൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ട മുടിയോടുകൂടിയവൾ. ലസത് എന്നാൽ അലങ്കരിക്കുക, അല്ലെങ്കിൽ നല്ല മനോഹരമായിട്ടുള്ള. ഖജ എന്നാൽ മുടി. അപ്പോൾ ദേവിയുടെ മുടി ഇത്രയും പൂവുകൾ കൊണ്ട് അലങ്കരിച്ചു വച്ചിരിക്കുകയാണ്. ഇനി 14ാമത്തെ നാമം കുരുവിന്ദമണി ശ്രേണി കനത് കോടീര മണ്ഡിത. കുരുവിന്ദമണി എന്നാൽ മാണിക്യം, ആ മാണിക്യത്തിൻ്റെ ശ്രേണി, നിര. കോടീരം എന്നാൽ കിരീടം. മണ്ഡിത അലങ്കരിക്കപ്പെട്ടവൾ. അപ്പോൾ മാണിക്യരത്നം പതിപ്പിച്ച, അതായത് അത് ഒരുപാടുണ്ട്, അതാണ് അതിൻ്റെ നിര. അപ്പം മാണിക്യ നിരകൾ കൊണ്ട് മാണിക്യം പതിപ്പിച്ച ആ ഒരു കിരീടം, മുഴുവനും മാണിക്യം നിറഞ്ഞു നിൽക്കുന്ന കിരീടം, ആ കിരീടം ചൂടിയതിനാൽ അങ്ങനെ അലങ്കരിക്കപ്പെട്ടവൾ. ആ കിരീടം ഒരു അലങ്കാരമായി തീർന്നിരിക്കുന്നു എന്നർത്ഥം. അപ്പോൾ ഇന്നത്തെ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ഭാഗവുമായിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. നന്ദി.